മാധ്യമങ്ങളെ കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുകയാണ് നടൻ സുരേഷ് ഗോപി. ഇത്തവണ മാധ്യമങ്ങൾക്കെതിരെ പരാതി നൽകി കളിയൊന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് താരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. 3 ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. സുരേഷ് ഗോപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിഷ്ണുരാജിനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ 329/3, 126/2, 132 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ മാർഗതടസ്സം സൃഷ്ടിച്ചെന്നാണ് സുരേഷ് ഗോപി പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കേന്ദ്ര സർക്കാരും വിവരങ്ങൾ തേടുന്നുവെന്നാണ് വിവരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രിക്കും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും സുരക്ഷ കൂട്ടാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം മുൻ MLA അനിൽ അക്കരയുടെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തൃശൂർ സിറ്റി SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ആവശ്യമെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുക്കുമെന്നും SP അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിക്കെതിരായ അന്വേഷണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ദില്ലി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നടനും CPM MLA-യുമായ മുകേഷിനെതിരെ ഉയർന്ന ലൈംഗികാരോപണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ രാജിയെ സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രകോപനപരമായിട്ടായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് തള്ളി മാറ്റുകയായിരുന്നു. സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ KUWJ അടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. മുകേഷിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നതിനിടെയാണ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ ഈ പെരുമാറ്റം. സുരേഷ് ഗോപിയെ പരസ്യമായി തള്ളിക്കൊണ്ട് പാർട്ടി അധ്യക്ഷൻ K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സുരേഷ് ഗോപി പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ്. മുകേഷ് രാജിവെക്കണമെന്നതാണ് പാർട്ടിയുടെ ആവശ്യമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. മൊത്തം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണിന്ന് സുരേഷ് ഗോപി. കാരണം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവും സിനിമാഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ കേന്ദ്രത്തിനൊട്ടും താല്പര്യമില്ല. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സിനിമാഭിനയം തുടരണമെന്ന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ മന്ത്രി പദവിയിൽ ഇരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്. സിനിമയാണ് തന്റെ ജീവിതമെന്നും സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ രക്ഷപ്പെട്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഈ പരാമർശം BJP കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. സംസാരത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പരാമർശിച്ചതും അതൃപ്തിക്ക് കാരണമായി. 22 സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കെട്ട് അമിത്ഷാ എടുത്തെറിഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇതാണ് ഷായുടെ അതൃപ്തിക്ക് കാരണമായത്. അതിനിടയിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതും മാധ്യമങ്ങളുടെ തുടരെയുള്ള ചോദ്യവും. സത്യം പറഞ്ഞാൽ ഇടിവെട്ടിയവന്റെ തലയിൽ തേങ്ങ വീണ അവസ്ഥയാണ് താരത്തിനിന്ന്.